ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് പ്രിഡേറ്ററി പ്രൈസിംഗ്, ഡുംബൂർ ഡാം, ലൂണാർ ഗേറ്റ്വേ, നാഷണൽ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഫ്ലഡ് റിസ്ക് മിറ്റിഗേഷൻ പ്രോഗ്രാം, പ്ലേസസ് ന്യൂസ് ആയിട്ട് കീവ്. അപ്പോൾ അതിലാദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിഡേറ്ററി പ്രൈസിങ്ങിനെ കുറിച്ചാണ്. സോ ഈ പ്രിഡേറ്ററി പ്രൈസിങ്ങിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്റോറിയൽ പേജിനകത്ത് അവരൊരു എഡിറ്റോറിയൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ബേസിക്കലി ഈ പ്രിഡേറ്ററി പ്രൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യയിലെ ഇ കൊമേഴ്സ് സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില അലിഗേഷൻസ് ഒക്കെ ഉണ്ട്, എസ്പെഷ്യലി ആമസോൺ പോലുള്ള കമ്പനികളെ കുറിച്ചൊക്കെ. അപ്പോൾ ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്റോറിയൽ പേജിനകത്ത് ഒരു എഡിറ്റോറിയൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഈ പ്രിഡേറ്ററി പ്രൈസിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി ഇതൊരു ഇല്ലീഗൽ ആയിട്ടുള്ള ബിസിനസ് പ്രാക്ടീസ് ആണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു ബിസിനസ് പ്രാക്ടീസാണ് പ്രിഡേറ്ററി പ്രൈസിംഗ് എന്ന് പറയുന്നത്. അതായത് കുറച്ച് ഡോമിനൻ്റ് ആയിട്ടുള്ള കമ്പനീസ് ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിനകത്ത് വലിയ രീതിയിൽ ക്യാഷ് ഫ്ലോ അല്ല, അല്ലെങ്കിൽ വലിയ രീതിയിൽ കേപ്പബിലിറ്റി ഉള്ള കമ്പനീസ് അവരുടെ പ്രൈസ്, അവർ സെല്ല് ചെയ്യുന്ന ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ സർവീസസിൻ്റെ പ്രൈസ് അൺറിയലിസ്റ്റിക് ആയിട്ട് ലോ ആയിട്ട് സെറ്റ് ചെയ്യുന്നതാണ് പ്രിഡേറ്ററി പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതൊരു സാധനത്തിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു സർവീസിനാണെങ്കിലും ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ഉണ്ടാവും. അപ്പോൾ ആ പ്രൈസിനെക്കാട്ടിലും വളരെ താഴെ, അതായത് ഇവരുടെ കോസ്റ്റ് മീറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും താഴെയായിരിക്കും പലപ്പോഴും ഇവർ സെറ്റ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത്. നഷ്ടം സഹിച്ചുകൊണ്ട് വളരെ ലോ പ്രൈസിന് ഇവർ സാധനങ്ങൾ വിൽക്കും. അപ്പോൾ അത് വിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര വളരെ ചീപ്പായിട്ട് അവരൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന സമയത്ത് ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് ഇതേ രീതിയിൽ അവരുടെ പ്രൈസ് താഴ്ത്താൻ നിർബന്ധിതരാകും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ നോർമലി കോമ്പറ്റീറ്റേഴ്സിന് ഇതിനകത്ത് മേ ബി സർവൈവ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം ഈ ഒരു ഡോമിനൻ്റ് പ്ലെയറിൻ്റെ അത്ര ഫിനാൻഷ്യൽ കേപ്പബിലിറ്റീസ് അവർക്കില്ലാത്തതുകൊണ്ട് നഷ്ടം സഹിച്ചിട്ട് ഇത്രയും കാലം ലോവർ പ്രൈസിന് പ്രൊഡക്റ്റ് വിൽക്കാൻ കോമ്പറ്റീറ്റേഴ്സിന് പറ്റില്ല. അപ്പോൾ ഈ കോമ്പറ്റീഷൻ ഇതിലൂടെ ഇവർക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ബാക്കിയുള്ള കമ്പനികളൊക്കെ പൂട്ടിപ്പോവുകയോ അല്ലെങ്കിൽ ബാങ്ക്രപ്റ്റ് ആയിട്ട് പോവുകയോ ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ കോമ്പറ്റീഷൻ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അൺറിയലിസ്റ്റിക്കലി ലോ ആയിട്ട് പ്രൈസ് സെറ്റ് ചെയ്തുകൊണ്ട് ഒരു മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ നോക്കുന്ന ഇല്ലീഗൽ ബിസിനസ് പ്രാക്ടീസിനെയാണ് പ്രിഡേറ്ററി പ്രൈസിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോർമലി ലോകത്തിൽ നമ്മൾ കാണുന്ന മിക്ക രാജ്യങ്ങളിലുള്ള ആൻറ്റി ട്രസ്റ്റ് ലോസ് അല്ലെങ്കിൽ ഈ കോമ്പറ്റീഷൻ ലോസ് ഉണ്ടാകും. ഇപ്പോൾ ഇന്ത്യയിലുള്ള കോമ്പറ്റീഷൻ ആക്ട് പോലുള്ള നിയമങ്ങളുണ്ടാകും. അപ്പോൾ ഈ ആൻറ്റി ട്രസ്റ്റ് ലോസിൻ്റെ ഒരു വയലേഷനായിട്ട് കണക്കാക്കുന്ന ബിസിനസ് പ്രാക്ടീസാണ് പ്രിഡേറ്ററി പ്രൈസിംഗ് എന്ന് പറയുന്നത്. കാരണം ഇത് ഫെയർ കോമ്പറ്റീഷൻ്റെ വയലേഷനാണ് പ്രിഡേറ്ററി പ്രൈസിംഗ് എന്ന് പറയുന്നത്. കാരണം ഈ പ്രിഡേറ്ററി പ്രൈസിങ്ങിൻ്റെ അൾട്ടിമേറ്റ്ലി സംഭവിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റ് ഓഫ് മാർക്കറ്റിനെ, അതായത് ഈ പറയുന്ന പ്രിഡേറ്ററി പ്രൈസിംഗ് സെറ്റ് ചെയ്യുന്ന കമ്പനി ഈ പ്രിഡേറ്ററി പ്രൈസിംഗ് ചെയ്യുന്ന മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ സെല്ല് ചെയ്യുന്ന പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാർക്കറ്റ് എന്നാണ്, ആ മാർക്കറ്റിനകത്ത് ഇവർ അൾട്ടിമേറ്റ്ലി ഒരു മൊണോപ്പൊളി ആയിട്ട് മാറും. കാരണം വേറെ കോമ്പറ്റീറ്റേഴ്സ് ഒന്നും പിന്നീട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു മൊണോപ്പൊളി ആയിട്ട് മാറും. അപ്പോൾ ഈ മൊണോപ്പൊളി ആയിട്ട് മാറുന്ന സമയത്ത് ഇത് കൺസ്യൂമേഴ്സിനെ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യും. കാരണം ഇവരൊരു മൊണോപ്പൊളി ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഇവരുടെ കമ്പനിയുടെ പോളിസീസ് അല്ലെങ്കിൽ ഇവർ സെറ്റ് ചെയ്യുന്ന പ്രൈസിന് ആളുകൾ സാധനങ്ങൾ വാങ്ങിക്കാൻ നിർബന്ധിതരാകുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ ഈ പ്രിഡേറ്ററി പ്രൈസിങ് ഇനീഷ്യലി കൺസ്യൂമേഴ്സിന് ഇത് ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം വളരെ ലോവർ പ്രൈസിന് അല്ലെങ്കിൽ വളരെ ചീപ്പ് റേറ്റിന് ഇവർക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടും. പക്ഷേ ഒരു ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് പ്രിഡേറ്ററി പ്രൈസിംഗ് എന്ന് പറയുന്നത്. കാരണം ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ പ്രിഡേറ്ററി പ്രൈസിംഗ് സെറ്റ് ചെയ്യുന്ന കമ്പനീസ് ബേസിക്കലി മൊണോപ്പൊളി ആയിട്ട് മാറും. പിന്നീട് അവർ ബേസിക്കലി കൺസ്യൂമേഴ്സ് ഇവർ ഓഫർ ചെയ്യുന്നത് എന്താണോ അത് കൺസ്യൂമേഴ്സ് കൺസ്യൂം ചെയ്യേണ്ട അല്ലെങ്കിൽ അത് കൺസ്യൂമേഴ്സ് അംഗീകരിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ഇതിനെയാണ് പ്രിഡേറ്ററി പ്രൈസിംഗ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ആൻറ്റി ട്രസ്റ്റ് ലോ ആണ് കോമ്പറ്റീഷൻ ആക്ട് ഓഫ് 2002. ഈ കോമ്പറ്റീഷൻ ആക്ട് ഓഫ് 2002 അനുസരിച്ച് ഈ പ്രിഡേറ്ററി പ്രൈസിങ്ങിനെ ഇല്ലീഗലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ഡോമിനൻ്റ് പൊസിഷനുള്ള കമ്പനീസ് അവരുടെ ഡോമിനൻ്റ് പൊസിഷൻ മിസ്യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ കോമ്പറ്റീഷൻ ആക്ടിൻ്റെ പ്രൊവിഷനകത്ത് ഈ പ്രിഡേറ്ററി പ്രൈസിങ് ഈ ഡോമിനൻ്റ് പൊസിഷൻ മിസ്യൂസ് ചെയ്യുന്നതിനുള്ള ഒരു ഗ്രൗണ്ടായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്രിഡേറ്ററി പ്രൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഡുംബൂർ ഡാമിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഡുംബൂർ ഡാം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഇപ്പോൾ റീസെൻ്റ്ലി ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ടുള്ള ത്രിപുരയിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിലും ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രളയം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ബംഗ്ലാദേശിൻ്റെ ഈ ചിറ്റഗോങ് റീജിയനിലൊക്കെ ഏകദേശം 1 മില്യണിൽ കൂടുതൽ ആൾക്കാർ ഈ ഫ്ലഡ് കാരണം അല്ലെങ്കിൽ ഈ പ്രളയം കാരണം ബാധിക്കപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ബംഗ്ലാദേശിലുള്ള പല സോഷ്യൽ മീഡിയ അക്കൗണ്ട്സും പറയുന്നത് ഈ ബംഗ്ലാദേശിലെ പ്രളയത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ടുള്ള ത്രിപുരയിലുള്ള ഡുംബൂർ ഡാമിൻ്റെ ഷട്ടേഴ്സ് ഇന്ത്യ ഓപ്പൺ ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ പണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ക്രൈസിസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു റിട്ടാലിയേഷൻ എന്നുള്ള രീതിയിൽ ഇന്ത്യ ബേസിക്കലി ബംഗ്ലാദേശിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഷട്ടേഴ്സ് തുറന്നതാണ്. ഈ റിവറിനകത്തുള്ള വാട്ടർ ഫ്ലോ കൂടാനും അതുവഴി ഈ ഫ്ലഡിങ്ങിനും കാരണം എന്നുള്ള ഒരു ആരോപണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളതെന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്
ഇതിനൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ ഇതിനെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു കോൺടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഈ ഡുംബൂർ ഡാം എന്ന് പറയുന്നത് ഈ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആയിട്ടുള്ള ത്രിപുരയിലുള്ള ഒരു ഗുംതി റിവർ എന്ന് പറയുന്ന റിവർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഗുംതി റിവറിനകത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൈഡ്രോ ഇലക്ട്രിക് ഡാമാണ് ഈ ഡുംബൂർ ഡാം എന്ന് പറയുന്നത്. ഓക്കെ, ഈ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഡാമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഗുംതി റിവറിനെ കുറിച്ചും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഗുംതി റിവർ എന്ന് പറയുന്നത് ത്രിപുരക്കകത്തുള്ള ഹില്ലി ഏരിയാസിൽ നിന്നുള്ള ഒരു ഡുമൂർ എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. ആ പ്രദേശത്ത് ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു റിവറാണ് ഈ ഗുംതി റിവർ എന്ന് പറയുന്നത്. ഇതൊരു നമ്മൾ ഈ ഹിമാലയൻ റിവേഴ്സിനകത്തൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ഫാസ്റ്റ് ഫ്ലോയിങ് റിവറാണ് ഈ ഗുംതി റിവർ. അതായത് വലിയ വിഡ്ത്തൊന്നും ഇല്ലാത്ത പക്ഷേ എന്നാൽ വലിയ രീതിയിൽ റാപ്പിഡായിട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു റിവറാണ് ഈ ദുമൂർ റിവർ ഈ ഗുംതി റിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ദുമൂറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് ത്രിപുരയിലൂടെ ഒഴുകിയിട്ട് പിന്നീട് ബംഗ്ലാദേശിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു റിവറാണത്. പിന്നീട് ബംഗ്ലാദേശിലെ ചിറ്റഗോങ് അല്ലെങ്കിൽ ചട്ടോഗ്രാം ഡിവിഷൻ എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്, അല്ലെങ്കിൽ ചിറ്റഗോങ് എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അവിടെ അതുവഴി ഫ്ലോ ചെയ്തിട്ട് ഈ അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് കോമില എന്ന് പറയുന്ന സിറ്റി. ആ സിറ്റിയൊക്കെയാണ് ഇപ്പോൾ ഈ ഫ്ലഡിങ് കാരണം വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ കോമില സിറ്റി വഴി പിന്നീട് ബംഗ്ലാദേശിലെ പ്രധാനപ്പെട്ട നദികളിലൊന്നായിട്ടുള്ള മേഘ്ന റിവറിൽ കൂടിച്ചേരുന്ന ഒരു റിവറാണ് ഈ പറയുന്ന ഗുംതി റിവർ എന്ന് പറയുന്നത്. ഇപ്പോൾ ബേസിക്കലി ഈ ഡാം എന്താണ്, അതുപോലെ തന്നെ ഈ റിവർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതിൻ്റെ ലൊക്കേഷനൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പ്രിലിംസിനൊക്കെ മേ ബി ചോദിക്കാം. സോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ലൂണാർ ഗേറ്റ് വേ കുറിച്ചാണ്. അപ്പോൾ ഈ ലൂണാർ ഗേറ്റ് വേയെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇന്ത്യയുടെ ISRO ഇപ്പോൾ റീസെൻ്റ്ലി ഈ കഴിഞ്ഞൊരു വർഷത്തിനകത്ത് നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട മിഷൻസിനെ കുറിച്ചും ISROയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള ചില ഇനീഷ്യേറ്റീവ്സിനെ കുറിച്ചും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 12 ഓക്കെ, ഹിന്ദുവിൻ്റെ പേജ് 12 ഇന്ത്യൻ എക്സ്പ്രസ് അല്ല, ഹിന്ദുവിൻ്റെ പേജ് 12 അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ISRO റീസെൻ്റ്ലി നടത്തിയിട്ടുള്ള ഒരുപാട് മിഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ പറയുന്ന ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള ബാക്കിയുള്ള മിഷൻസ് എല്ലാം തന്നെ ഇതിനു മുമ്പ് നമ്മൾ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് ആദിത്യ L1, അതുപോലെ തന്നെ ഗഗൻയാൻ്റെ ടെസ്റ്റ് വെഹിക്കിളിൻ്റെ അതിൻ്റെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തത്, അതുപോലെ എക്സ്പോസാറ്റ്, ഇൻസാറ്റ് 3DS, അതുപോലെ തന്നെ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ടെസ്റ്റ് ഡെമോൺസ്ട്രേറ്റർ, അതായത് പുഷ്പക് എന്ന് പറയുന്നത് നമ്മുടെ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ, അതുപോലെ SSLV, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും പിന്നെ അതുപോലെ തന്നെ ISROൻ്റെ ഈ NSIL അല്ലെങ്കിൽ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്, അതുപോലെ തന്നെ നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മളിതിന് മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആർട്ടിക്കിളിനകത്ത് മെൻഷൻ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, നമ്മളിതിന് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് ഈ ലൂണാർ ഗേറ്റ് വേ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമ്മളിന്ന് ഡിസ്കഷൻ എടുക്കാനുള്ള കാരണം അതാണ്. അപ്പോൾ ഈ ലൂണാർ ഗേറ്റ് വേ എന്ന് പറയുന്നത് ബേസിക്കലി ഇത് ISROയുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് അല്ല. ലൂണാർ ഗേറ്റ് വേ എന്ന് പറയുന്നത് നാസയുടെ ലീഡർഷിപ്പിൽ, അമേരിക്കയുടെ സ്പേസ് ഏജൻസി ആയിട്ടുള്ള നാസയുടെ ലീഡർഷിപ്പിൽ 5 സ്പേസ് ഏജൻസീസ് ചേർന്നുകൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഒരു കൊളാബറേറ്റീവ് പ്രൊജക്റ്റാണ് ഈ ലൂണാർ ഗേറ്റ് വേ എന്ന് പറയുന്നത്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് 3 ബന്ധപ്പെട്ടിട്ടുള്ളൊരു മിഷനാണെന്ന് മനസ്സിലാക്കുക. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്ലാൻഡ് സ്പേസ് സ്റ്റേഷനാണ്. ഓക്കെ, അതായത് 2027 ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സ്പേസ് സ്റ്റേഷനാണ് ലൂണാർ ഗേറ്റ് വേ എന്ന് പറയുന്നത്. പക്ഷേ ഈ സ്പേസ് സ്റ്റേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് നിലവിൽ ലോകത്തിൽ 2 സ്പേസ് സ്റ്റേഷൻസ് ഉണ്ട്. ലോ എർത്ത് ഓർബിറ്റിൽ ഈ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും അതുപോലെ തന്നെ ചൈനയുടെ ടിയാങ്ങോങ് എന്ന് പറയുന്ന മറ്റൊരു സ്പേസ് സ്റ്റേഷനും ഉണ്ട്. ഓക്കെ, പക്ഷേ ഈ ലൂണാർ ഗേറ്റ് വേയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്പേസ് സ്റ്റേഷൻ ഓർബിറ്റ് ചെയ്യാൻ പോകുന്നത് മൂണിനെയാണ്. അതായത് ചന്ദ്രനെ ഓർബിറ്റ് ചെയ്യുന്ന ഒരു പ്ലാൻഡ് സ്പേസ് സ്റ്റേഷനാണ് ഈ ലൂണാർ ഗേറ്റ് വേ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നാസയാണ് ഇതിൻ്റെ ഈ പറയുന്ന ലൂണാർ ഗേറ്റ് വേയുടെ ലീഡ് എന്ന് പറയുന്നത് നാസയാണ്. പക്ഷേ നാസ ഒറ്റക്കല്ല ഈ പറയുന്ന ലൂണാർ ഗേറ്റ് വേ ഡിസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനോ പോകുന്നത്. നാസ, അതുപോലെ തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസി, ജാപ്പനീസ് സ്പേസ് ഏജൻസി, കനേഡിയൻ സ്പേസ് ഏജൻസി, അതുപോലെ തന്നെ UAEയിൽ നിന്നുള്ള MBRSC എന്ന് പറയുന്നൊരു സ്പേസ് സെൻറ്റർ ഉണ്ട്. ഈ 5 ഏജൻസീസ് കൂടി ചേർന്നിട്ടാണ് ഈ ലൂണാർ ഗേറ്റ് വേ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നാസയുടെ ലീഡർഷിപ്പിലാണിത് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു പ്ലാൻഡ് മിഷനാണെന്ന് മനസ്സിലാക്കി. ഇതുവരെ ഇത് ഡിപ്ലോയ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുള്ള അണ്ടർ ഡെവലപ്മെൻ്റ് ആണ്. 2027 ഇതിൻ്റെ ഫസ്റ്റ് ലോഞ്ച് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ലോ എർത്ത് ഓർബിറ്റിൻ്റെ പുറത്തുള്ള ലോകത്തിലെ ആദ്യത്തെ സ്പേസ് സ്റ്റേഷനായിട്ട് മാറാൻ പോകുന്നത് ഈ പറയുന്ന ലൂണാർ ഗേറ്റ് വേ ആണ്. അതുകൂടാതെ നമ്മുടെ മൂണിനെ ഓർബിറ്റ് ചെയ്യുന്ന ആദ്യത്തെ സ്പേസ് സ്റ്റേഷനായിട്ട് മാറാൻ പോകുന്നതും ഇത് തന്നെയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ പർപ്പസ് എന്തുകൊണ്ട് ഈ ലൂണാർ ഗേറ്റ് വേ എന്ന് പറയുന്ന സ്പേസ് സ്റ്റേഷൻ മൂണിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ലോകത്തിൽ ഈ പണ്ട് കോൾഡ് വാറിൻ്റെ ഒക്കെ സമയത്ത് സോവിയറ്റ് യൂണിയനും US ഇടയിൽ ഒരു സ്പേസ് റേസ് ഉണ്ടായിരുന്നതുപോലെ
ഇപ്പോൾ ചൈനക്കും US-നും ഇടയിൽ ഒരു സ്പേസ് റേസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ പറയുന്ന സ്പേസ് മിഷൻസിനകത്തൊക്കെ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള കിടമത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് 1970s വീണ്ടും നാസ വീണ്ടും ചന്ദ്രനിൽ മനുഷ്യനെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ആർട്ടമിസ് എന്ന് പറയുന്ന ഒരു പുതിയ അക്കോഡ് അല്ലെങ്കിൽ ആർട്ടമിസ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതും. അപ്പോൾ ഈ ആർട്ടമിസ് പ്രോഗ്രാമിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ ലൂണാർ ഗേറ്റ് വേ പ്രവർത്തിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ഇനി ഭാവിയിൽ നാസയും അതുപോലെ തന്നെ നാസയുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന സ്പേസ് ഏജൻസീസും നടത്താൻ പോകുന്ന മൂൺ മിഷൻസിനൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ഹബ്ബായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് മറ്റുള്ള സ്പേസ് സ്റ്റേഷൻസ് പോലെ തന്നെ ഒരു സയൻസ് ലബോറട്ടറി ആയിട്ടും അതുപോലെ തന്നെ ഇങ്ങോട്ട് പോകുന്ന ആസ്ട്രോനട്സിന് ഒരു ഹാബിറ്റേഷൻ മൊഡ്യൂളായിട്ടും പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എസ്പെഷ്യലി ആർട്ടമിസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് മൂൺ ലാൻഡിംഗ് ഒക്കെ നടത്താൻ പോകുന്ന ആസ്ട്രോനട്സിന് ഒരു ഹാബിറ്റേഷൻ മൊഡ്യൂളായിട്ട് അല്ലെങ്കിൽ അവർക്ക് തൽക്കാലത്തേക്ക് നിൽക്കാനുള്ള ഒരു മൊഡ്യൂളായിട്ടൊക്കെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ലൂണാർ ഗേറ്റ് വേയുടെ പർപ്പസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതാണ് ലൂണാർ ഗേറ്റ് വേ എന്ന് മനസ്സിലാക്കുക. ഇനി ലൂണാർ ഗേറ്റ് വേയുടെ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കേസാണ് ILRS അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലൂണാർ റിസർച്ച് സ്റ്റേഷനെ കുറിച്ച്. അപ്പോൾ ഈ ILRS എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ ഈ അമേരിക്ക ഈ ലൂണാർ ഗേറ്റ് വേ എന്ന് പറയുന്ന ഒരു മൂണിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് സ്റ്റേഷൻ പ്ലാൻ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ചൈന ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഒരു റിസർച്ച് സ്റ്റേഷനാണ് ഈ ഇൻ്റർനാഷണൽ ലൂണാർ റിസർച്ച് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ചൈനയാണിത് ലീഡ് ചെയ്യുന്നത്, പക്ഷേ ചൈനയുടെ കൂടെ റഷ്യയും കൂടി ചേർന്നിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് മൂണിൽ, അതായത് മൂണിൻ്റെ സർഫസിൽ ചൈനയും റഷ്യയും കൂടി ചേർന്ന് ബിൽഡ് ചെയ്യാൻ പോകുന്ന ഒരു സ്പേസ് സെൻ്ററാണ് അല്ലെങ്കിൽ ഒരു സ്പേസ് സ്റ്റേഷനാണ് അല്ലെങ്കിൽ സ്പേസ് സെൻ്ററാണെന്ന് മനസ്സിലാക്കുക, റിസർച്ച് സ്റ്റേഷനാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ മൂണിൻ്റെ സർഫസിൽ മനുഷ്യൻ ബിൽഡ് ചെയ്യാൻ പോകുന്ന പ്രോബബിളി ഫസ്റ്റത്തെ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ പുറത്ത് മറ്റൊരു മറ്റൊരു എർത്തിൻ്റെ പുറത്തുള്ള ഒരു ഉപഗ്രഹത്തിലോ അല്ലെങ്കിൽ ഗ്രഹത്തിലോ ഒക്കെ ആയിട്ട് മനുഷ്യൻ ബിൽഡ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റത്തെ സ്ട്രക്ചറായിട്ട് മാറാൻ പോകുന്നത് ഈ ILRS ആണ്. ഇത് 2025 തൊട്ട്, അതായത് അടുത്ത വർഷം തൊട്ട് ഈ മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. 2025 തൊട്ട് 35 വരെയുള്ള അല്ലെങ്കിൽ 36 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നത്. അതായത് ഈ പറയുന്ന ഇപ്പോൾ ചൈനയുടെയൊക്കെ ലൂണാർ മിഷൻസിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് അവർ മനുഷ്യനെ മൂണിലെത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ ഈ മൂണിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സാമ്പിൾസൊക്കെ അവിടെ തന്നെ വെച്ച് പരീക്ഷണങ്ങൾ നടത്താനും അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലബോറട്ടറീസും റിസർച്ച് സ്റ്റേഷൻസൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ ILRS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ലൂണാർ ഗേറ്റ് വേനെ കുറിച്ച് മനസ്സിലാക്കുന്നതിൻ്റെ കൂടെ ഈ ഒരു കാര്യം ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് നാഷണൽ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഫ്ലഡ് റിസ്ക് മിറ്റിഗേഷൻ പ്രോഗ്രാമിനെ കുറിച്ചാണ്. നമ്മളിതിന് മുമ്പ് ഈ ഡെയിലി ന്യൂസ് അനാലിസ്റ്റിനകത്ത് ഈ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഫ്ലഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ സിക്കിം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ ഭീഷണിയായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഫ്ലഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ മിറ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നാഷണൽ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഫ്ലഡ് റിസ്ക് മിറ്റിഗേഷൻ പ്രോഗ്രാം ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് റീസെൻ്റായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 5 അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് സെൻട്രൽ ഗവൺമെൻറ് ആണ് ഈ ഒരു പദ്ധതി അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഒരു 150 കോടിയാണ് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസി എന്ന് പറയുന്നത്. ഈ പറയുന്ന ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഫ്ലഡിൻ്റെ വലിയ രീതിയിലുള്ള ത്രെട്ട് ഫേസ് ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇനീഷ്യലി ഈ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പദ്ധതിയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഫ്ലഡിൻ്റെ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ, അതായത് ആ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നടപ്പിലാക്കാൻ പോകുന്നത്. ഇനി ഇത് കൂടാതെ ഈ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഫ്ലഡിൻ്റെ വലിയ രീതിയിലുള്ള ത്രെട്ടുള്ള മറ്റൊരു മേഖലയാണ് ലഡാക്കും ജമ്മു ആൻഡ് കാശ്മീരും. ഇപ്പോൾ ഈ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഫ്ലഡിൻ്റെ ഏറ്റവും റിസ്കി എലമെൻറ്റ്സിൽ അല്ലെങ്കിൽ അതിന് ഏറ്റവും അധികം അപകട സാധ്യത ഉള്ളതായിട്ട് കൽപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലം ലഡാക്കാണ്. അപ്പോൾ ഈ ലഡാക്കിലും ജമ്മു ആൻഡ് കാശ്മീരിനും ഇതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള മറ്റുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ഈ പദ്ധതിക്കകത്ത് ലഡാക്കിനെയും ജമ്മു ആൻഡ് കാശ്മീരിനെയും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ ഏകദേശം 7500ഓളം ഗ്ലേഷ്യൽ ലേക്സ് ഉണ്ടെന്നാണ് പറയുന്നത് ഇന്ത്യയുടെ ഹിമാലയൻ റീജിയനിൽ. അതിനകത്ത് ഈ 7500ഓളം വരുന്ന ഗ്ലേഷ്യൽ ലേക്കുകളിൽ 189 എണ്ണം ഹൈ റിസ്ക് ഗ്ലേഷ്യൽ ലേക്കുകളാണ്. അതായത് ബേസിക്കലി പൊട്ടൻഷ്യലി ഈ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഫ്ലഡൊക്കെ അല്ലെങ്കിൽ ബേസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഗ്ലേഷ്യൽ ലേക്കുകളാണ്. അപ്പോൾ ഇതിൻ്റെ റിസ്ക് റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊളാബറേറ്റീവ് എഫേർട്ടാണ്. ഇതിനകത്ത് ഇത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിലും ഇതിനകത്ത് സെൻട്രൽ വാട്ടർ കമ്മീഷൻ, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, നോർത്ത് ഈസ്റ്റേൺ സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ, ഇന്ത്യൻ ആർമി,
ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഏജൻസീസൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു വലിയൊരു പദ്ധതിയാണിതെന്ന് മനസ്സിലാക്കി. ഇതിനകത്ത് ഇവർ പ്രധാനമായിട്ടും ഈ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട് ബേഴ്സിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത് ഈ ഗ്ലേഷ്യൽ ലേക്കുകളുടെ ഡെപ്ത് കൂട്ടിയിട്ടാണ്. ഓക്കെ, അതായത് ഈ ഗ്ലേഷ്യൽ ലേക്കുകളുടെ ലേക്ക് ലോവറിങ് മെഷേഴ്സ് എന്ന് പറയുന്നൊരു മെഷർ എടുത്തിട്ടാണ് ഇത് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഗ്ലേഷ്യൽ ലേക്കുകൾ ഔട്ട് ബേസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്, റിസ്ക് ഇവാലുവേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട്, ഈ ഹസാർഡ് അസസ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ഹസാർഡ് അസസ്മെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള വെതർ ആൻഡ് വാട്ടർ ലെവൽ മോണിറ്ററിങ് സ്റ്റേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യും. അതുപോലെ തന്നെ എയർലി വാർണിംഗ് സിസ്റ്റംസ് ഒക്കെ ഈ ലേക്കുകളിലും ഈ ലേക്ക് ഔട്ട് ബേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്ലഡിങ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഡൗൺ സ്ട്രീം ഏരിയാസിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ എന്താണ് ഈ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട് ബേസ്റ്റ് ഫ്ലഡ് എന്ന് മനസ്സിലാക്കുക. സോ ഈ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട് ബേസ്റ്റ് ഫ്ലഡ് എന്ന് പറയുന്നത് ഒരു ഗ്ലേഷ്യറിൻ്റെ ലേക്ക് പൊട്ടുന്ന സമയത്ത്, നമ്മൾ ഈ ഡാമൊക്കെ ബേസ്റ്റ് ചെയ്യുന്നത് പോലെ ഈ ഗ്ലേഷ്യർ ലേക്കുകൾ ബേസ്റ്റ് ചെയ്യും. അപ്പോൾ അത് ബേസ്റ്റ് ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിൽ വെള്ളം താഴത്തേക്ക് കുതിച്ചെത്തും. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന ഫ്ലഡിനെയാണ് ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട് ബേസ്റ്റ് ഫ്ലഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ഗ്ലേഷ്യൽ ലേക്കുകൾ ഫോം ചെയ്യാനുള്ള കാരണം ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഗ്ലേഷ്യറുകളുടെ മെൽറ്റിങ് വലിയ രീതിയിൽ കൂടുകയോ അല്ലെങ്കിൽ ഈ ലേക്കിനകത്ത് മറ്റേതെങ്കിലും കാരണത്താൽ, ഒന്നെങ്കിൽ അത് ഈ പറയുന്ന മെൽറ്റിങ് കൂടുന്നതുകൊണ്ടാവാം, അതല്ലെങ്കിൽ ഹെവി റെയിൻഫോൾ കാരണം ഈ ലേക്കിലുള്ള വെള്ളം വളരെ പെട്ടെന്ന് ഉയരുന്ന സമയത്താണ് ഇത് ബേസ്റ്റ് ആവുക. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ ഹിന്ദുക്കുഷ് ഹിമാലയാസ് അല്ലെങ്കിൽ സിക്കിമിൻ്റെ ഒക്കെ ഭാഗത്തുള്ള ഹിമാലയാസിലൊക്കെ ഇങ്ങനെ പുതിയ ഒരുപാട് ഗ്ലേഷ്യൽ ലേക്കുകൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട് ബേസ്റ്റ് ഫ്ലഡിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. ഇനി ഇതിനുള്ള റീസൺസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്ലേഷ്യൽ മെൽറ്റിങ് കൂടുന്നതാണ്, എർത്ത് ക്വിക്സ് പറയാം, ക്ലൈമറ്റ് ചേഞ്ച് പറയാം, അതുപോലെ തന്നെ ആന്ത്രപ്പോളജിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കാരണം ഈ ബേസ്റ്റ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. പ്ലേസസ് ന്യൂസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഉക്രൈൻ്റെ ക്യാപിറ്റലായിട്ടുള്ള കീവിനെ കുറിച്ചാണ്. സോ ഈ കീവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഈ കീവ് വിസിറ്റ് ചെയ്തതായിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും ഉണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഈ കീവ് എന്ന് പറയുന്നത് ബേസിക്കലി ഈ യുക്രൈൻ്റെ ക്യാപിറ്റലും യുക്രൈനിലെ ലാർജസ്റ്റ് സിറ്റിയുമാണ്. യുക്രൈൻ്റെ നോർത്ത് സെൻട്രൽ പാർട്ടിലായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നോർത്ത് സെൻട്രൽ പാർട്ടിലായിട്ട് ബെലാറസിൻ്റെ ഒക്കെ ഏകദേശം അടുത്തായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കീവ് എന്ന് പറയുന്ന സിറ്റി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഡാനിപ്പർ റിവറിൻ്റെ സൈഡിലായിട്ടാണ്. യുക്രൈനിലെ ഏറ്റവും വലിയ റിവറാണ്, ഏറ്റവും പ്രധാനപ്പെട്ട റിവറാണ് ഡാനിപ്പർ റിവർ എന്ന് പറയുന്നത്. ഈ ഡാനിപ്പർ റിവർ എന്ന് പറയുന്നത് ബ്ലാക്ക് സീയിലാണ് അവസാനം വന്നു ചേരുന്നത്. ഒരു മോഡറേറ്റ്ലി കോണ്ടിനെൻ്റൽ ആയിട്ടുള്ള ക്ലൈമറ്റ് ഉള്ള സ്ഥലമാണത്. അതുപോലെ തന്നെ പോപ്പുലേഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പിലെ 7th ലാർജസ്റ്റ് സിറ്റിയാണ് കീവ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.